നമസ്കാരം കൂട്ടുകാരെ, ഇവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കട്ടച്ചൽ കുഴി നാടൻ കോഴിപ്പരട്ടാണ്. ഇതിലേക്ക് ചിക്കൻ നല്ലതുപോലെ കഴുകണം. കുറച്ച് സമയം വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ ചിക്കൻ കുറച്ച് സമയം വയ്ക്കണം. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം സ്ട്രെയിൻ ചെയ്തെടുത്ത ചിക്കനിൽ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതൊരു 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു ചീനച്ചട്ടി എടുത്ത് 4 സ്പൂൺ വെളിച്ചെണ്ണ, അതിൽ 1/4 ടീസ്പൂൺ കടുക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇടണം. ഇതിലേക്ക് നമ്മൾ പുതിന ഇലയും രമ്പ ഇലയും ആണ് ഇടേണ്ടത്. അതിനുശേഷം മുളക് പൊടി 2 സ്പൂൺ ഇടുക, 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മസാലയും, 1/4 ടീസ്പൂൺ കുരുമുളക് ആവശ്യമാണ്, നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട. ഇതെല്ലാം ആ എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. ഇപ്പോൾ എണ്ണയിലേക്ക് ഇട്ട മുളക് പൊടി ഇതെല്ലാം നല്ല പോലെ അത് ഒരു മൂത്ത മണം വരും. അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഇളക്കണം. ഇളക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടി കൂട്ടി തന്നെ ഇളക്കാൻ ശ്രമിക്കണം. കാരണം അടിയിൽ മുളക് പൊടിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് അടിയിൽ പിടിച്ച് കരിയാനുള്ള സാധ്യതയും കൂടെ കൂടുതലാണ്. നമ്മളെപ്പോഴും ഈ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ തീയിൽ തന്നെ ഇടുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വേണം നല്ലപോലെ ഇളക്കി അടച്ച് വയ്ക്കാനായിട്ട്. ഈ ഇളക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തീ വളരെ കുറഞ്ഞ് തന്നെയാണോ ഇരിക്കുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് ഇടവിട്ട് തന്നെ ഈ ചിക്കൻ ഇളക്കിക്കൊണ്ടിരിക്കുക. അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ് വരും. അതുകൊണ്ട് നമ്മൾ 5 മിനിറ്റ് ഇടവിട്ട് ഇളക്കണം. അതിനുശേഷം ഒരു 25 മിനിറ്റ് വരെ ചെറിയ തീയിൽ നമ്മൾ ഈ ചിക്കൻ നല്ലപോലെ വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൽ എണ്ണ തെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പാകമാണ് നമുക്ക് മനസ്സിലാകുന്നത് ചിക്കൻ റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ നല്ല കളറായിരിക്കും, നല്ല രീതിയിൽ ഒരു റെഡും അല്ല, അതിനേക്കാളും ഡാർക്കായിട്ടുള്ളൊരു കളറാണ്. അതിനുശേഷം നമുക്ക് അതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ പുരട്ട് തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് ചോറിനോടൊപ്പം ഇല്ലെങ്കിൽ പുട്ട്, മരിച്ചീനി ഇതിനോടൊപ്പം കഴിക്കാവുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.